ആം ആദ്മി പാർട്ടിയുടെ പ്രതിജ്ഞ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ ആളുകൾക്ക് ഞാൻ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാനിവിടെ വിതരണം ചെയ്യാം. ഞാൻ പ്രതീക്ഷിച്ചത് 50 പേരെയാണ് ഇവിടെ. അതിൽ കൂടുതൽ ആളുകൾ എല്ലാവരും ഉണ്ട്. അത് കോർ ആം ആദ്മികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കാരണം രാവിലെ മുതൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത് കുറേ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ അവസാനത്തെ സെഷൻ വരെ ഇരിക്കാൻ തയ്യാറുള്ളവർ തന്നെയാണ് റിയൽ ആം ആദ്മിക്കാരെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൈയടി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് നൽകുന്നു. അപ്പോൾ ഞാനിത് വിതരണം ചെയ്യാം. അപ്പോൾ ആൾ വിതരണം ചെയ്താൽ ഇത് ഞാൻ വായിക്കാം അല്ല, അത് നല്ലതല്ലോ. അപ്പോൾ ഇത് ഈ ഫോം വായിച്ച് ഇത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും എനിക്ക് നൽകണം. ഈ ഫോം നിങ്ങൾ പൂരിപ്പിച്ച് തിരിച്ച് നൽകണം. കാരണം ട്രെയിനിങ് നടക്കുമ്പോൾ അതിൽ നിന്നും എന്താണ് നമുക്ക് മുന്നോട്ടുള്ള ട്രെയിനിങ്ങുകളിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ കൂടിയാണിത്. ഇതിൽ ഒന്നാമത്തെ കാര്യം കെജ്രിവാളാണ് ഈ പാർട്ടിയുടെ പരമോന്നത നേതാവ് കെജ്രിവാളാണെന്ന് സുപ്രത്ത് വിശ്വസിക്കുന്നുണ്ടോ? ആദ്യം ഒന്നാമത്തെ ടൈപ്പ് ചെയ്തെന്ന് മിസ്റ്റേക്ക് എല്ലാവരും കേട്ടല്ലേ? ഈ പാർട്ടിയുടെ പരമോന്നത നേതാവ് കെജ്രിവാളാണ്, അരവിന്ദ് കെജ്രിവാളാണ് എന്ന് ഉറപ്പ് വിശ്വസിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, AAPയുടെ പേരിൽ രൂപീകരിച്ചിരിക്കുന്ന ഗ്രൂപ്പുകൾ പാർട്ടിയുടെ ആശയ പ്രചരണത്തിനുള്ള വേദിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് പ്രധാനമായിട്ട് പറയാൻ കാരണം ഈ പാർട്ടി ഗ്രൂപ്പുകളിലെ പല ഫോർവേഡുകളും ഉള്ളത് ആളുകൾ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. രാവിലെ മുതൽ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മുതലായ എല്ലാ സംഭവങ്ങളും അത് കൊണ്ടുവരും. ഇതുപോലെ ഒരുപാട് പുറത്തുനിന്നുള്ള ഫോർവേഡ്സ് കൊണ്ടുവരും. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പേരിൽ ഉണ്ടാകുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ അത് അതിനു വേണ്ടി തന്നെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടായിരിക്കണം എന്ന് നിങ്ങൾ തന്നെ നമ്മൾ സ്വയം തന്നെ അതിന് നിയന്ത്രണം ചെയ്ത് അതിലുള്ള പാർട്ടിയെ വളർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം അതിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി, അവ്യക്തതയുള്ള വിഷയങ്ങളിൽ ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ തീരുമാനം എതിർപ്പുണ്ടെങ്കിലും നിങ്ങൾ അംഗീകരിക്കുമോ? ഇതൊരു വലിയ വിഷയമാണ്. ഈ ഒരു പോയിന്റ് ഇട്ടപ്പോൾ പല ആളുകളും ചോദ്യങ്ങളുടെ ശരങ്ങളായിരുന്നു. നേരത്തെ സാറിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നോട്ടിലെ ഗണപതിയുടെ ഫോട്ടോ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു തീരുമാനം കെജ്രിവാൾ പറഞ്ഞപ്പോൾ ആളുകൾ ഒഴിഞ്ഞുപോയി എന്ന് പറഞ്ഞത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് ആ തീരുമാനം പിന്നീടാണ് ജനങ്ങൾക്ക് റിയലൈസ് ചെയ്തത് അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ പല എതിർപ്പുകൾ തോന്നുമെങ്കിലും നാം എന്ത് ചെയ്യണം? അത് അംഗീകരിച്ചേ പറ്റൂ. കാരണം നമ്മളെക്കാൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും എല്ലാം കൊണ്ട് തന്നെ നമുക്ക് അത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ നമ്മൾ അംഗീകരിക്കണം.
അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ നാം ചെയ്യേണ്ടത്. കാരണം നമുക്ക് എതിർപ്പുള്ള പല വിഷയങ്ങളും ഉണ്ടാകും. പക്ഷേ നമ്മൾ ഒരു പാർട്ടിയുടെ അച്ചടക്കം എന്നുള്ള നിലയിൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് നേതാവാണോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ നേരിൽ അത് അറിയിക്കുക എന്നുള്ളത് കരുതുന്നുണ്ട്. നാലാമതായി അഴിമതി രഹിത ഭരണവും ജനക്ഷേമ ഭരണവുമാണ് AAP ഭരണത്തിൻ്റെ മുഖമുദ്ര എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നാലാമത്തെ പോയിന്റ്, അഴിമതി രഹിത ഭരണവും ജനക്ഷേമ ഭരണവുമാണ് AAP ഭരണത്തിൻ്റെ മുഖമുദ്ര എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഇത് ചോദിക്കാൻ കാരണം ഒരുപാട് പാർട്ടികളുണ്ടല്ലേ, ഒരുപാട് പാർട്ടികൾ, 3000 പാർട്ടികളുണ്ട്. ഈ ആം ആദ്മി പാർട്ടിക്ക് എന്ത് പ്രത്യേകതയാണുണ്ട് ഇതിനകത്ത്? അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനു വേണ്ടി ഒരു വളണ്ടിയർ എന്ന നിലയിൽ കുറേ കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ സജ്ജരാവാനുണ്ട്. കുറേ നമ്മളിൽ തന്നെ കുറേ ശുദ്ധീകരണം നടത്തുവാനുണ്ട്. അതനുസരിച്ച് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമോ? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ജോലി ഏതാണ്? ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ കണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം കമ്മിറ്റികളാണ് അല്ലേ? അല്ലാതെ ആരെയും പറയാൻ പറ്റും. കമ്മിറ്റി ഉണ്ടായാൽ പ്രശ്നം, ഇല്ലാത്തതും പ്രശ്നം. കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് കമ്മിറ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നം, കമ്മിറ്റി ഉള്ളോടത്ത് അതിൻ്റെ പ്രശ്നം. അപ്പം കമ്മിറ്റിയാണ് നമ്മുടെ പ്രശ്നം, അല്ലാതെ ആർക്കും പറയാൻ പറ്റും. രാവിലെ മുതൽ ഇവിടെ ചർച്ച ചെയ്ത മുഴുവനും കമ്മിറ്റികളുടെ പേരും ഈ സ്ഥാനമാനങ്ങളുടെ പേരും തന്നെയാണ്. ഈ ഉണ്ടാകാൻ പോണ പ്രശ്നങ്ങൾ അത് തന്നെയാണ്. പക്ഷേ എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം ഈ രാജ്യത്ത്? അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. കാരണം എൻ്റെ വിഷയം എൻ്റെ സബ്ജക്റ്റ് ട്രൂ വാല്യൂ ഓഫ് ആം ആദ്മി പാർട്ടി അല്ലേ? എന്താണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണോ ആം ആദ്മി പാർട്ടി ഉണ്ടായത്? നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്ന ആളുകളായിരിക്കും. ഞാൻ എക്സെപ്ഷനാണ്, ഞാനൊരു പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല. അത് ഇപ്പോൾ അത് ക്രെഡിറ്റായിട്ട് പറഞ്ഞതല്ല, അങ്ങനെ ഒരു പാർട്ടി ഞാൻ കണ്ടില്ല. ഇങ്ങോട്ടേക്ക് വരാനുള്ള സാഹചര്യം സ്വരാജാണ്. അപ്പോൾ ഈ പാർട്ടികളുടെ പ്രത്യേകത എന്താണ്? മറ്റുള്ള പാർട്ടികൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നത്? ട്രൂ വാല്യൂ ഓഫ് ആം ആദ്മി പാർട്ടി നമ്മൾ പറഞ്ഞല്ലോ. ആം ആദ്മി പാർട്ടിയുടെ ആം ആദ്മി പാർട്ടി മറ്റുള്ള പാർട്ടികളുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ആ പാർട്ടിക്ക് പ്രസക്തി ഇല്ലാതായത് അല്ലേ? അതിൻ്റെ മാനുഷികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവരുടെ പാർട്ടികൾക്ക് പ്രസക്തി ഇല്ല ഇവിടെ. പക്ഷേ ആം ആദ്മി പാർട്ടി വലിയ ഒരു മൂല്യാധിഷ്ഠിതമായി മുന്നോട്ട് വന്ന ഒരു പാർട്ടിയാണ്, നമുക്കറിയാം. പക്ഷെ ആ മൂല്യം നമ്മൾ കണ്ടു. അരവിന്ദ് കെജ്രിവാളിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന
നേതാക്കന്മാരുടെയും അവരുടെ ഡെഡിക്കേഷനും സന്നദ്ധതയും ആത്മാർത്ഥതയും മനുഷ്യ സ്നേഹവും എല്ലാം നാം കണ്ടു. അത് നമ്മളിലുണ്ട്. അത് നമ്മളിലുള്ളത് കൊണ്ടാണ് നമ്മളെന്ത് ഈ പാർട്ടിയിലേക്ക് വന്നത്. പക്ഷെ അത് പ്രതിഫലിപ്പിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ അത് കൃത്യമായി അതിനെ പുറത്തെടുക്കാനുള്ള അവസരം നമുക്ക് ആ രീതിയിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നാം വേണ്ടത് ഒരു പ്രൊഡക്റ്റ്, നമ്മൾ ഒരു ആളത്ത് ചെന്നാൽ ഒരു പ്രൊഡക്റ്റ് നാം വിൽക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ വാങ്ങുന്ന ആളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കും, അല്ലേ? ആദ്യം നമ്മൾ ചോദിക്കും. എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു സെയിൽസ്മാൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ള നിലയിൽ നാം വാങ്ങുന്ന ആളുകളുടെ പ്രശ്നം, അവരുടെ പെയിൻ എന്താണെന്ന് ആദ്യം പഠിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് അവർക്ക് വിൽക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ആശയം എന്താണ്? ജനക്ഷേമത്തിൻ്റെയും നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി രഹിതമായിട്ടുള്ള ഭരണം എന്നുള്ളതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതിനൊരു പ്രോഡക്റ്റായിട്ട് കാണുമ്പോൾ ഓരോ മുൻകാല മഹാന്മാരും, ഗാന്ധിജി ആയിക്കോട്ടെ, മാർട്ടിൻ ലൂതർ കിങ് ആയിക്കോട്ടെ, മദർ തെരേസ ആയിക്കോട്ടെ, അവരെല്ലാവരും തന്നെ അവരുടെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതിന് അവരെടുത്ത എഫേർട്ടാണ്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതുപോലെ തന്നെ ഈ കാര്യം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി പഠിക്കണം. ഞങ്ങളുടെ പ്രശ്നം എന്താ? കൃത്യമായി ഈ ആം ആദ്മി പാർട്ടിയുടെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ യാതൊരു തടസ്സവും നമുക്കില്ല. കാരണം അത്രത്തോളം ഈ രാജ്യത്തെ ജനങ്ങൾ ഈ പ്രോഡക്റ്റിനെ ആവശ്യപ്പെടുന്നുണ്ട്, അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ വിൽക്കണമെന്ന് നമ്മൾക്ക് അറിയില്ല. നമ്മൾ സെയിൽസ്മാൻഷിപ്പ് പോരാ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോരാ. അത് നമ്മൾ കൃത്യമായി പഠിച്ചാൽ, ജനങ്ങളുടെ പെയിൻ എന്താണെന്ന് പഠിക്കണം. അതനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റ് അവരിലേക്ക് നമ്മൾ കൊടുക്കാൻ സാധിക്കണം. എന്താണ് ജനങ്ങളുടെ പെയിൻ? ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? നാം ഇപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ പാർട്ടികളും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന സമര രീതികൾ നമ്മളും പുറത്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ചെയ്യേണ്ട എന്നതിന്റെ അർത്ഥമില്ല, അവർ പറയണില്ല. പക്ഷേ ആത്യന്തികമായി നമ്മുടെ കയ്യിൽ ഭരണം കിട്ടുക, നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമേ അവർ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഒരു സുന്ദരമായ ഒരു ജീവിത രീതി, ഒരു ജീവിതം ഈ പാർട്ടി നമ്മൾ കാഴ്ചവെക്കും. ഈ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പൊ അവർ പറയുമ്പോൾ വളരെ അതിശയോക്തിയാണ് അങ്ങനെ സംഭവിക്കും. ഇതെവിടെയാണ് അങ്ങനെ നടക്കുമോ? ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ സാധിക്കുമോ? ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുമോ? നമുക്കിതെല്ലാം അറിയാട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാം. പക്ഷെ ജനങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല. അപ്പൊ ജനങ്ങൾക്കിത് മനസ്സിലാക്കി കൊടുത്താൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് അവർ വാങ്ങാൻ തയ്യാറായിട്ടില്ല. അപ്പൊ അവർ ഇതെങ്ങനെ തെളിവെന്നാണ്? സ്വാഭാവികമായിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് നമ്മൾ പരീക്ഷിച്ചു, 2 സംസ്ഥാനങ്ങൾ പരീക്ഷിച്ചു. ഇന്ത്യയിൽ തന്നെ 2 സംസ്ഥാനങ്ങളിൽ വിജയകരമായി മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിന് നിങ്ങൾ കാണേണ്ട ഒരു ഫുൾ സെയിൽസ്മാൻഷിപ്പോട് കണ്ടാൽ മതി. ജനങ്ങളുടെ പെയിൻ പഠിക്കണം, അത് കൊടുക്കാനുള്ള തന്ത്രം നമ്മൾ വേണം. അല്ലാതെ എല്ലാവർക്കും ഒരു പരിപാടി കിട്ടാ ഒന്ന് കണ്ടോണ്ട, ഈ പാർട്ടി ചേർന്നോണ്ട എന്ന് പറയണ്ട. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ആ ഒരു കോൺഫിഡൻസോട് കൂടി സെയിൽസ്മാനല്ലേ, നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. ആ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് പറയുമ്പോൾ തീർച്ചയായും അവർക്കത് മനസ്സിലാകും, അവരതിലേക്ക് വരും. അല്ലാതെ അവരോട്
ബസ് തടയാൻ പോകണം, അല്ലെങ്കിൽ അവിടെ പ്രതിഷേധത്തിന് വരും, അതിനൊന്നും ആർക്കും താല്പര്യമില്ല, നമുക്കറിയാലോ. പക്ഷെ നമ്മുടെ ഈ പ്രോഡക്റ്റ്, നമ്മുടെ ഈ ആശയമാണ് നമ്മുടെ പ്രോഡക്റ്റ്. അത് വിജയകരമായി, അത് മാത്രമല്ല, അത് വേറെ ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും വലിയ അതിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്താണ് നിങ്ങളുള്ളത്? സത്യസന്ധത. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ വിൽക്കാൻ പോകുന്ന, നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങാൻ വരുന്ന അവരുടെ കയ്യിലും അവർ ഈ സത്യസന്ധത ഉണ്ട്, അല്ലെങ്കിൽ മാനവികത, സ്നേഹമുണ്ട്, രാജ്യസ്നേഹമുണ്ട്. പക്ഷെ അത് എന്താണ്, എങ്ങനെ പുറത്തുനിന്ന് അവർക്കറിയില്ല. അതാണ് നമുക്ക് ആരെങ്കിലും വ്യക്തികളാണ് നമുക്ക് കാണിച്ചു തന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇതുണ്ടായിട്ടും, ഇതെല്ലാം നമുക്കുണ്ടായിട്ടും നമ്മൾ മറ്റുള്ള പാർട്ടിക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളിതെല്ലാം മറക്കുന്നു, ഇല്ലേ? നമ്മളെല്ലാം മറന്നിട്ട് ആ ഒരു സംഭവത്തിന്റെ പുറകെ പോകുന്നു. അതല്ല, നമുക്ക് ഇതിനോട് കാണിക്കുന്നത് പോലെ കൃത്യമായി ഈ വിഷയം കൃത്യമായി നമുക്ക് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും. വളരെ സയന്റിഫിക്കായിട്ട് തന്നെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ എന്താണ് ഈ പ്രോഡക്റ്റ്? മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായത് എങ്ങനെയാണ്? അവരുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു, പൊളിറ്റിക്സിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. ആം ആദ്മി എന്താണ് ചെയ്യുന്നത്? പൊളിറ്റിക്സിലേക്ക് മൂല്യങ്ങൾ ആഡ് ചെയ്തു. എന്താണ് നമ്മുടെ മൂല്യങ്ങൾ? കെജ്രിവാൾ ആഡ് ചെയ്ത മൂല്യങ്ങൾ എന്താണ്? മനുഷ്യത്വം, രാജ്യസ്നേഹം, സത്യസന്ധത. ഈ 3 മൂല്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്താൽ ഏതോ ആം ആദ്മിക്കാർ പാർട്ടിയായി മാറും, അല്ലെങ്കിൽ അവർ ആം ആദ്മിക്കാരായിട്ട് മാറും. അതൊരു നാച്ചുറൽ സയൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കൃത്യമായ സയൻസ് നമ്മൾ പഠിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ചെല്ലുക. നിങ്ങൾ കമ്മിറ്റി മറക്കുക, നിങ്ങൾ സ്ഥാനമാനങ്ങൾ മറക്കുക, പ്രസിഡന്റിനെ മറക്കുക, സെക്രട്ടറിയെ മറക്കുക, എല്ലാവരും മറക്കുക. എന്നിട്ട് നിങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക. ജനങ്ങളുടെ ഒരു വീട്ടിലെ പരിപാടി കുറച്ചിട്ടുണ്ടെങ്കിൽ 5 പേരെ വിളിച്ചാൽ ചിലപ്പോൾ ഒരാൾ വരുള്ളൂ, 10 പേരെ വിളിച്ചാൽ 10 പ്രാവശ്യം വിളിച്ചാൽ നമുക്കറിയാമല്ലോ, അനുഭവം പറ്റില്ലല്ലോ. പക്ഷെ അത് ഈ രീതിയിൽ നിങ്ങൾ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തോടുകൂടി നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ആളുകൾ കിട്ടും. നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് കൃത്യമായി, ആശയം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായും അവർ വാങ്ങാൻ തയ്യാറാക്കും എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ പോയിന്റിൽ വായിച്ചിട്ടില്ല. കേന്ദ്ര ഭരണത്തോടൊപ്പം പ്രാധാന്യമുള്ളതാണ് പ്രാദേശിക ഭരണം എന്ന് വിശ്വസിക്കുകയും ഗ്രാമസ്വരാജിനായി പഞ്ചായത്ത് രാജ് നിയമത്തിൽ അർത്ഥവത്താക്കാൻ തൃണമൂല തലത്തിൽ ബോധവൽക്കരണം നടത്താൻ സാധിക്കുമോ? അത് ഈ വിഷയങ്ങൾ നാം പഠിക്കണം. പഠിച്ചാൽ എന്താണ് സ്വരാജ്? ഞാൻ സ്വരാജ് എന്ന ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരുപാട് ആളുകളിനകത്തുണ്ട്. ഇല്ലാത്തവര് ഈ നമ്പറിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഫോർവേഡ് ചെയ്യാം. ഒരുപാട് പേര് മലപ്പുറത്ത് തന്നെ ഉണ്ട്. ആ സ്വരാജ് ഈ സംഭവം പഠിപ്പിക്കലുണ്ട്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ടാവും അല്ലേ? ഈ ബുക്ക്ലെറ്റ് സ്വരാജിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മാഗസിനാണ് കേട്ടോ. അതുകൂടി ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു 5 രൂപ വില വരുന്ന ഒരു മാഗസിൻ എല്ലാ മാസവും നമ്മൾ ഓപ്പറേറ്റ് തുടങ്ങി ആദ്യത്തെ കോപ്പിയാണത്. അത് പക്ഷേ വീണ്ടും അതിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷൻ നാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 5 രൂപയാണ് അതിൻ്റെ വില. അത് നിങ്ങൾക്ക് ഒരു ഐസ് ബ്രേക്കറാണ്. ഇതുമായിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് പോകാൻ സാധിക്കും. ഒരാളോട് നിങ്ങളുടെ ആശയം ഇതാണ്, ഞങ്ങളുടെ ആശയം അല്ല, അതിനൊരു നോട്ടീസ് കൊടുത്താൽ ചിലപ്പോൾ അത് ആ സ്പോട്ടിൽ ഉണ്ടാവും. ചിലപ്പോൾ അതൊന്നും നമ്മളൊന്നും ചെയ്യാൻ സൂചിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നുള്ളതല്ലാതെ 5 രൂപ വേണ്ട, അത് നിങ്ങളുടെ അഡ്രസ് കിട്ടിയാൽ മതി. ഇപ്പൊ ഒന്നും വേണ്ട, പൈസ ഞാൻ പറയാം. നിങ്ങളേതായാലും തയ്യാറാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി, ബാക്കി നിങ്ങൾ പറയാം. അപ്പോൾ ഇത് ഒരു മന്ത്ലി അല്ല, ഒരു വർഷത്തേക്ക് 60 രൂപ വരും. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ സ്വരാജിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് മറ്റു കുറേ അധികം ആളുകളുണ്ട്. നോവൽസായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. നേതാക്കളെ
ബഹുമാനിക്കുകയും അവരുടെ പോരായ്മകൾ അവരുടെ വ്യക്തിപരമായ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹരിക്കാൻ ശ്രമിക്കുകയും പരസ്യ വിമർശനത്തിലൂടെ അവരെ അവഹേളിക്കാതിരിക്കാൻ സംയമനം പുലർത്തുകയും ചെയ്യണം. ഇവിടെ എല്ലാവർക്കും അതിൻ്റെ തൊഴിൽ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ പാർട്ടിയിൽ ഒരുപാട് വ്യക്തികളാണല്ലോ, വ്യത്യസ്ത രീതിയിലുള്ള വ്യക്തികളാണുള്ളത്. അവർക്ക് പല പല ഐഡിയാസ് ഉണ്ടാവും. പല പല കാരണം ഒന്നാമത് പല പാർട്ടികളുള്ള ആളുകളായിരിക്കും. അവരുടെ പാർട്ടികൾ കണ്ട കാര്യങ്ങളാണ് ഇവിടെ വന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരാൾ പറയും നമുക്ക് ബസ് തടയണം എന്ന് പറയും, ഇല്ലേ? സ്വാഭാവികം മറ്റേ ഞങ്ങളാണെന്നാണ് ശീലിച്ചത്. വേറെ ആൾ പറയും നമുക്ക് അവിടെ ഓഫീസ് കയറാമോ ചെയ്യണം. ഇതൊക്കെയാണെങ്കിലും ഈ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ നിങ്ങൾ സംയമനത്തോട് ഇത് ആം ആദ്മി പാർട്ടിയുടെ കൃത്യമായ ആശയം അതൊന്നുമല്ല. അതിനേക്കാൾ ഉപരി നമുക്ക് ഈ ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ക്ഷേമം കൊടുക്കാനുള്ള ഒരു ചോദിക്കും, എങ്ങനെയാണ് ഫ്രീ കൊടുക്കുക, എങ്ങനെയാണ് വിദ്യാഭ്യാസം ഫ്രീ കൊടുക്കുക, എങ്ങനെയാണ് ചികിത്സ ഫ്രീ കൊടുക്കുക, അവർ ചോദിക്കും, നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം, എന്ത് പറയണം? ഇന്ന് ഞാൻ നോക്കിയപ്പോ ഇന്ത്യയിൽ 10,000 വണ്ടികളാണ് ഒരു ദിവസം വിൽക്കപ്പെടുന്നത്. 10,000 കാറുകൾ, ഡൊമസ്റ്റിക് പ്രൈവറ്റ് കാറുകൾ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നു. ആവറേജ് 10 ലക്ഷം രൂപയാണ് അതിന്റെ വിലയെങ്കിൽ, കോടികളുടെ വില ഉള്ള വണ്ടികളുണ്ട്. ആവറേജ് 10 ലക്ഷം രൂപ ഉള്ള വണ്ടിയാണെങ്കിൽ 5 ലക്ഷം രൂപ സർക്കാർ വാങ്ങുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ടാക്സ് ആയിട്ട് 10 ലക്ഷം രൂപയുള്ള വണ്ടിയുടെ വില 5 ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കണം ടാക്സ് ആയിട്ട്. മറ്റേ റോഡ് ടാക്സ് പറയണ്ട, ഈ ടാക്സ് ആയിട്ട് കൊടുക്കുന്നു, സ്റ്റേറ്റ് ടാക്സ് ആൻഡ് GST. ഞാൻ ആലോചിക്കുക, ഞാൻ അതിന്റെ കാൽക്കുലേറ്റർ 10,000 × 5 ലക്ഷം അടിച്ചിട്ട് ഫിഗറിട്ടില്ല. ഒരു ദിവസത്തെ സർക്കാരിന്റെ വരുമാനമാണ് ഈ ഒറ്റ കാര്യത്തിൽ നിന്ന്. നിങ്ങൾ ഓരോരുത്തരും 10,000 രൂപ വെച്ച് മാസം ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് 4,000 രൂപയും സർക്കാർ കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫ്രീ തന്നൂടാ? എന്തുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം ഫ്രീ കൊടുത്തൂടാ? എന്തുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ കൊടുക്കുക? ഇതിനാണ് ആക്ച്വലി പൈസ വാങ്ങുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ നടത്താൻ വേണ്ടിയാണ് നമ്മളുടെ കയ്യിൽ ടാക്സ് വാങ്ങുന്നത്. പക്ഷേ നമുക്കതറിയില്ല, അത് മുഴുവനും ഈ രീതിയിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലിയറാണല്ലോ പറയണത്. ഞാൻ ആ രീതിയിൽ നമ്മൾ ഒരു സ്വന്തം തന്നെ റിസർച്ച് നടത്തണം. ആം ആദ്മിക്കാരാണ്. ഞങ്ങൾ ഡൽഹിയിൽ പോയപ്പോൾ ഡോക്ടർ സന്ദീപ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്, നാഷണൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. ഒരു സയൻറ്റിസ്റ്റ് വന്ന് അദ്ദേഹത്തിന് അമേരിക്കയുടെ ജോലി രാജിവെച്ചുള്ളത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പാർട്ടിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഉള്ള ആളുകളാണെങ്കിൽ അവർ പ്രധാനമന്ത്രി അടക്കം ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതാണ്. ഒരു പണിയില്ലാത്ത ആളുകളാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പക്ഷേ വലിയ വലിയ ഉദ്യോഗങ്ങൾ രാജിവെച്ച് ഇതിങ്ങനെ ഒരു സംഭവം ഇല്ലായെങ്കിൽ നടപ്പിലാവില്ല എന്ന് മനസ്സിലാക്കി വന്ന ആളുകളാണ്. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുക, റിസർച്ച് ചെയ്യുക, പഠിച്ചിട്ട് നിങ്ങൾക്ക് സത്യസന്ധതയാണല്ലോ നിങ്ങളുടെ മുഖമുദ്ര. അപ്പൊ നിങ്ങളൊന്നും പൊട്ടിമാട്ടേണ്ട ആവശ്യമില്ല, ഒരു നുണയും പറയേണ്ട ആവശ്യമില്ല, ഒരു മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ജനങ്ങളുടെ പൈസ എടുത്ത് തന്നെ ജനങ്ങൾക്ക് കൊടുക്കാനുണ്ട്. അല്ലാതെ ആരും കെജ്രിവാളിന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായി പഠിച്ച് തന്നെ അവതരിപ്പിക്കണം. ഇതിനകത്തൊക്കെ ആളുകളുണ്ട്. നമുക്ക് വേണ്ടത് ഇവരുടെ സമ്മതിദാന അവകാശമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രവർത്തനത്തിന് ഫലമുള്ളൂ എന്നുകൂടി നമ്മൾ ആത്മീയോട് മനസ്സിലാക്കണം. വളണ്ടിയർ എന്ന നിലയിലല്ലാതെയുള്ള സ്ഥാനമാനങ്ങൾ പാർട്ടി നൽകേണ്ട ഉത്തരവാദിത്തമാണെന്നും അങ്ങനെ പദവി നിങ്ങളെ നിയോഗിച്ചാൽ
അതിന് പ്രാപ്തി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഏറ്റെടുക്കുക. ആ പോയിന്റ് എല്ലാവരും നോട്ട് ചെയ്യണം. മനസ്സിലായോ? നിങ്ങളെ ഒരു പദവിയിലേക്ക് ഉയർത്തിയാൽ, പദവി തന്നാൽ അതൊരു പാർട്ടി നൽകുന്ന ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രം ഏറ്റെടുക്കുക. അല്ല പദവിയിലിരിക്കാൻ വേണ്ടി മാത്രം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കരുത്. ഇവിടെ പറയപ്പെട്ടുണ്ടായി, ഇവിടെ കമ്മിറ്റികൾ ഉണ്ടാക്കി, ഞാൻ ശേഷം ഭാരവാഹികളെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കേജ്രിവാൾ ഒരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കഴിവുള്ളവന്റെ അവന് അവിടെ അവസരം കൊടുക്കാതെ കഴിവില്ലാത്തവർ ഈ സ്ഥാനങ്ങൾ കയറിയിരുന്നുകൊണ്ട് ഇത് ചെയ്യുന്നു, കഴിവുള്ളവരെ അവരെ തടസ്സപ്പെടുത്തുന്നു. നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പണത്തോടും ആർഭാദത്തോടുമുള്ള വ്യഗ്രതയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പം നമുക്കറിയാം, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കറക്റ്റ് അല്ലാത്തത്. അപ്പം ആ രീതിയിലാണെങ്കിൽ തീർച്ചയായും അത് മാറ്റിവെച്ചുകൊണ്ട് പണത്തോടും ആർഭാടത്തോടുമുള്ള വ്യഗ്രതയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നത് എന്ന് വിശ്വസിക്കുകയും പരമാവധി ലളിത ജീവിതം നയിക്കുകയും പണമിടപാടുകളിൽ സുതാര്യത പുലർത്തുകയും ചെയ്യാൻ ശ്രമിക്കാതെ പറയാൻ പറ്റുള്ളൂ. അതൊരു ഓർത്തായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. ഓരോ വ്യക്തിയും വ്യത്യസ്തതയുള്ള സ്വഭാവക്കാരായതിനാൽ അവരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടാതെ പരമാവധി ജാഗ്രത പുലർത്തുകയും സംയമനത്തോടെ സഹപ്രവർത്തകനോട് തൻ്റെ വാദങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുകയും എപ്പോഴും അദ്ദേഹവും താങ്കളും ഒരു കുടുംബത്തിലെ അംഗമാണെന്ന ബോധ്യം ഉറപ്പിക്കുകയും വേണം. മനസ്സിലായി പോകണം. ഇത് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ നേതാക്കൾ തമ്മിലൊരു പ്രശ്നമില്ലാത്തത്? അവിടെ ഇത്രയും പാർട്ടി വെല്ലുവിളി, ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണിത്. എന്നിട്ട് പോലും അവർ ഒറ്റക്കെട്ടായി നേരിടുന്നു എന്നുള്ളതാ. ഇവിടെയാണെങ്കിലോ ഇന്നത്തെ നമ്മളൊരു സെറ്റപ്പ് വെച്ച് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഓടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തമ്മിൽ ഇഷ്ടമുണ്ടാക്കിയെടുക്കുക. ഒരു ഗ്രൂപ്പ് വർക്കാണല്ലോ, ടീം വർക്കാണല്ലോ. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് ആദ്യം നമ്മുടെ ഈ ടീമിലൊരു ബോണ്ടിങ് ഉണ്ടാവണം. ഒരു 12 രാജ്യമാണ് മലപ്പുറം. 12 പേരോ 7 ഒക്കെ ഉണ്ടെങ്കിൽ ഈ 7 പേര് 7 രീതി കഴിഞ്ഞാൽ കളി ജയിക്കുമോ? സിമ്പിളല്ലേ? അപ്പോ ആ ടീം സ്പിരിറ്റോടുകൂടി ബാക്കിയെല്ലാം വിടുക. സ്ഥാനമാനം അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ ഒരു ടീമിന്. ആ ക്യാപ്റ്റൻ അംഗീകരിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദപ്പെട്ടതാണത്. ഫുട്ബോൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പിന്നീട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പിന്നീടാണ് തിരുത്തപ്പെടുന്നത്. അപ്പോൾ വാഗ്വാദങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ രീതിയിലുള്ള ഒരു ബോണ്ടിങ്ങോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. പരാജയത്തിൽ തളരാതെയും വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാതെയും ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ മറ്റുള്ള പാർട്ടികളെ മാതൃകയാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരാജയപ്പെട്ട അടിച്ചു കൊടുക്കും, പടകളൊക്കെ അടിച്ചു കൊടുക്കും. വിജയിച്ചാൽ അവിടെ ചെണ്ട കൊട്ടി നശിപ്പിച്ച് ഇവിടെ റോഡെല്ലാം ബ്ലോക്കാക്കി ആഹ്ലാദപ്പെടണം. ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. വേണ്ടാന്നല്ല പറയുന്നത്, പക്ഷെ എന്നാൽ അതൊരു വിരുദ്ധം പാലിച്ചുകൊണ്ട് നാം ചെയ്യണം. എന്നാൽ ആഹ്ലാദിക്കാനുള്ള വക നമുക്ക് കുറച്ച് കിട്ടണോ ഇടക്കിടക്ക്. എന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാം വരും. സത്യസന്ധത, മാനവികത, രാജ്യസ്നേഹം, ഈ 3 സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരമാവധി ശ്രമിക്കും. അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. പാർട്ടിയിൽ വന്നുകൊണ്ടുണ്ടായതല്ല. പക്ഷേ പാർട്ടി എന്താണ്? കേജ്രിവാൾ നമുക്ക് മാതൃകാപരമായി കാണിച്ചു തന്നു. ഇങ്ങനെയും ഭരണം നടത്താം, ഇങ്ങനെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, ജനക്ഷേമത്തിൽ ഇങ്ങനെയും ചെയ്യാം. നമുക്ക് ഇത്രയും നേരം ആഗ്രഹമുള്ളൂ. ഈ പാർട്ടിയിൽ പോയിട്ട് പിണറായി വിജയൻ പോകുന്നു,
അടുത്ത പാർട്ടി കൊടുക്കും. ഉമ്മൻചാണ്ടി പോകുന്നു, അടുത്ത പാർട്ടി കൊടുക്കും. ഇത് കുറേ കാലമായി കണ്ടുപിടിക്കുക. എല്ലാ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. എല്ലാ വ്യത്യാസം വന്നത് ഇപ്പോഴാണ് നമുക്ക് കത്തിയത്. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. കെജ്രിവാൾ മാജിക് കാണിച്ചിട്ടില്ല. സത്യസന്ധത കെജ്രിവാൾ പഠിപ്പിച്ചാണോ? മനുഷ്യന്റെ ഉള്ളതാണ്, മനുഷ്യന്റെ ഉള്ളിലുള്ളതാ. സത്യസന്ധത, മാനവികത, മനുഷ്യത്വം, രാജ്യസ്നേഹം. ഇപ്പോ BJP വന്നപ്പോ രാജ്യസ്നേഹം അവർ കൊണ്ടുവന്നൊരു സാധനമാക്കിയിട്ട് ഇറക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ മലപ്പുറത്തുകാരെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹമുള്ള ആളുകളാണ് മലപ്പുറത്തുകാരെന്ന് എനിക്കറിയാം. ഏതായിരുന്നാലും അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പരിശീലന പരിപാടിയിൽ ഭാഗമാക്കാവാൻ താല്പര്യമുണ്ടോ? പറയുന്നത് ഒരാളെ കൊണ്ട് മാത്രം നടന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ കഴിവുള്ള ആളുകളുണ്ടാവും, ക്ലാസ് എടുക്കാൻ സാധിക്കുന്ന ആളുകളുണ്ടാവും. എല്ലാവരെയും കൂട്ടി എല്ലാവരും ഒരു മാരത്തോൺ പരിപാടിയായിട്ട് കേരളം മുഴുവൻ നമുക്ക് ഈ ട്രെയിനിങ് പരിപാടികൾ സംഘടിപ്പിക്കണം. അതിൻ്റെ ഭാഗമായി അറിവുള്ള ആളുകൾ അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കണം. ആം ആദ്മി പാർട്ടിയുടെ ഒരു നിസ്വാർത്ഥ സന്നദ്ധ സേവകൻ എന്ന നിലയിൽ പരിശീലന പരിപാടിക്ക് വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളിൽ മാർക്ക് ചെയ്യുക. അതുകൊണ്ട് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലേ? വായിച്ചില്ലേ? ക്ലാസ് എടുക്കാൻ സാധിക്കും, സ്ഥലം നൽകാൻ സാധിക്കും, സാമ്പത്തികം നൽകാൻ സാധിക്കും, സംഘാടനം ഏറ്റെടുക്കാൻ സാധിക്കും, മറ്റു പല രീതിയിലും സഹായിക്കാൻ സാധിക്കും. ആം ആദ്മി പാർട്ടിയുടെ ആശയം അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അവരുടെ നേരിട്ടുള്ള സമ്പർക്കം ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായി 5 രൂപ ലഭിക്കുന്ന ഒരു മാസിക വിതരണം ചെയ്യുന്നുണ്ട്. 10 വരിക്കാരെങ്കിലും കണ്ടെത്താൻ താങ്കൾക്ക് സാധിക്കും. ഒരാൾ എല്ലാവർക്കും മേടിക്കാൻ സാധിക്കും. ഇപ്പോൾ 5 രൂപയുടെ കേസല്ലേ ഉള്ളൂ. മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ 60 രൂപയുടെ പ്രശ്നമുള്ളൂ. ഇപ്പം തന്നെ കേൾക്കാറുണ്ട് എല്ലാവരും. അതാവശ്യമില്ല. നിങ്ങൾ സന്നദ്ധ സേവകനാണെങ്കിൽ, നിങ്ങളിത് പാർട്ടിയുടെ ആശയം പ്രചരിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനകത്തേക്ക് വരിക്കാരെ നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അവരുടെ ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടാവും. എല്ലാ മാസവും നിങ്ങൾക്ക് അവരെ കാണുവാനുള്ള ഒരവസരം കൂടി ഉണ്ടാകും. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും പാർട്ടിക്കാരാണ്. നമ്മൾ തമ്മിൽ എല്ലാ ദിവസവും പാർട്ടി ഗ്രൂപ്പുകളിലറിയില്ല. ഞാൻ ആ പാർട്ടിക്കാരാണ്, നിങ്ങൾ ആ പാർട്ടി കുറേ അടിപിടിയാണെന്ന് നിങ്ങൾക്കുണ്ടാവും. ഇതിൽ കവിഞ്ഞ് പുറത്തേക്ക് ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടിക്ക് ആ പാർട്ടിയുടെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടാവില്ല, സംസാരിക്കാൻ കഴിവുണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും ഒരുപോലെ കഴിയണമെന്നില്ല. ഈ ഒരു 5 രൂപയുടെ പുസ്തകം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം, വായിച്ചു നോക്കാം. അതിനകത്ത് തെളിവാനുള്ള ആശയങ്ങൾ മാത്രം, അല്ലാതെ ഇവിടുത്തെ എന്താ പറയുക പാർട്ടികളുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വരാജ് എന്നുള്ള ആ ആശയം ജനങ്ങളിലേക്ക് ആദ്യം എത്തിക്കുക. അതിലൂടെ എങ്ങനെയാണ് ജനക്ഷേമ രാഷ്ട്രം നിർമ്മിക്കുക എന്ന് കൃത്യമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ സ്വപ്നത്തെ ഏറ്റെടുക്കുക. നമ്മളും ആ സ്വപ്നത്തെ ഏറ്റെടുത്താലാണ് സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് സാധിച്ചാൽ. ഇവിടെ ഇരിക്കുന്ന 50 പേരുടെ സ്വപ്നം ഒന്നാണെങ്കിൽ തീർച്ചയായും സംഭവിക്കും. കെജ്രിവാൾ കണ്ട സ്വപ്നം തന്നെയാണ് ഇന്ന് ഡൽഹിയും പഞ്ചാബും ഭരിക്കുന്നത്. കെജ്രിവാളിന്റെ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞിരുന്നു. ഈ പാർട്ടിയിൽ വരുന്നവർ ജയിലിൽ കിടക്കാൻ തയ്യാറായി തന്നെ വരണം എന്ന് അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം ഇതിനകത്തുണ്ടാകാൻ പോകുന്ന സ്ട്രഗിൾസിനെ കുറിച്ച് കൃത്യമായി ആദ്യമേ തന്നെ ബോധവൽക്കരിച്ചിട്ടുണ്ട്, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. അല്ലാതെ ഇവിടെ എന്താ പറയുക സ്വർഗമുണ്ടാക്കി തരാമെന്നോ അല്ലെങ്കിൽ ഭയങ്കര സംഭവങ്ങളൊന്നുമല്ല. ഇതിനു വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയ ആളുകളുടെ എക്സ്പീരിയൻസാണ് അദ്ദേഹം പറയുന്നത്. മഹാത്മാഗാന്ധി ആയിക്കോട്ടെ, ഏതെല്ലാം നേതാക്കന്മാര് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, അവിടെയെല്ലാം ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഉണ്ടാകും. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു നേതാവിനെ നമ്മുടെ കാലഘട്ടത്തിൽ നാം കണ്ടത് ഇന്ത്യയുടെ അവസ്ഥയിൽ യുഗപുരുഷന്മാരെ അങ്ങനെ തന്നെയാണ്. ഇത് പ്രകൃതിയുടെ നിയോഗം തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ
അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായിരുന്നാലും ഇതിൻ്റെ ആ രീതിയിൽ നമ്മൾ പാർട്ടിയെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കമ്മിറ്റി അത് സ്ഥാനമാനങ്ങളെല്ലാം അതിൻ്റെ ഒരു നടത്തിപ്പിന് വേണ്ടി മനസ്സിലാക്കാതെ ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാപ്റ്റനുകൾ മാറി മാറി വരും. ഇപ്പോൾ കളിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ചിലപ്പോൾ കളിക്കാൻ ഞാൻ ക്യാപ്റ്റനായിട്ട് മാറും. പിന്നെ അതേപോലെ ഈ പരിശീലന പരിപാടിയിലേക്ക് ചുരുങ്ങിയ 5 പേരെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം. അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിശീലന പരിപാടിയിലേക്ക് മാത്രമല്ല, അത് പരിശീലന പരിപാടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാളെ കൊണ്ടുവരാൻ സാധിക്കും, ആളുകളെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ പരിശീലന പരിപാടി നിങ്ങൾ തന്നെ എടുക്കുന്ന നമ്മളതിന് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തരാം. പക്ഷെ അത് നിങ്ങളത് സ്റ്റാർട്ടിങ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രോഗ്രാം അല്ല, പാർട്ടി പരിപാടി ഒരു കമ്മിറ്റി ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വന്നോളുന്നില്ല. അതേസമയത്ത് ജനക്ഷേമ രാജ്യ നിർമ്മാണത്തിൻ്റെ ഉൾക്കാഴ്ചകൾ അതിനെക്കുറിച്ച് ക്ലാസ് നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൊള്ളാല്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരണം. പാർട്ടിയുടെ കാര്യം തൽക്കാലം പറയാതെ തന്നെ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയാണ്, നിങ്ങളുടെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെ കൊണ്ടുവരണം. അതേപോലെ ഇതിനകത്ത് ആശയങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, പരാതികളെല്ലാം എല്ലാം ഉൾപ്പെട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞ് തരിക. പറ്റാത്ത ആളുകൾ വിജയിച്ച് അതിനുള്ള അറിയിച്ചാൽ മതി. ഇപ്പോൾ ആണല്ലേ, അപ്പോൾ കഴിഞ്ഞ ആൾക്കാർ വന്ന് റീകളക്ട് ചെയ്യാം. ഇനിയും കാണാം എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി എൻ്റെ ഇവിടെ ചോദ്യം വന്നത് ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, പരമോന്നത നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നുള്ള കാര്യത്തിൽ വിയോജിപ്പുണ്ടെന്ന് നമ്മുടെ ഡോക്ടർ സൈനി സാർ പറഞ്ഞു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് എന്ന് നാം അംഗീകരിച്ചു കഴിഞ്ഞു. അത്ര മാത്രമേ അതിനകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. ആ രീതിയിൽ നമ്മൾ കാണാം. കാരണം നമുക്കറിയാലോ, സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഗാന്ധിജി മാത്രമാണോ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? അല്ലല്ലോ. ഇതുപോലെ അരവിന്ദ് കെജ്രിവാളാണ് ഇതിൻ്റെ ഡെഡിക്കേഷൻ മനസ്സിലാക്കണം. അദ്ദേഹത്തെ പോലെ ഇന്ന് ഡെഡിക്കേറ്റഡ് ചെയ്തിറങ്ങാൻ ഒരാളും ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ IIT എന്നും റാങ്കോടെ പാസ്സായ ഒരു വ്യക്തി, 1.5 ലക്ഷം 2 ലക്ഷം രൂപ ടാറ്റിൽ വാങ്ങിയ വ്യക്തി അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ജനക്ഷേമത്തിന് ഇറങ്ങി. ശ്രീരാമകൃഷ്ണ മിഷന്റെ കൂടെ പോയി, അത് മദർ തെരേസയുടെ പോയി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ. ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കാന്ന് അതിനുവേണ്ടിയിട്ടാണ് ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നത്. ജനങ്ങളിലേക്ക് സ്വരാജ് എന്ന് പറയുന്നത് ജനങ്ങളെ ഭരണം
ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അധികാരമില്ല ഇവിടെ. ശരി, ഓക്കെ ഓക്കെ കണ്ടോ അപ്പൊ ദൈവം അനുഗ്രഹിക്കണ്ടേ എന്ന് പറഞ്ഞാല് ഞാൻ പറയാൻ കാരണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ശരി മാനിച്ചിരിക്കുന്നു. ഓക്കെ അത്രയുമാണ് ഇതിനകത്ത് പറയാനുള്ളത്. എല്ലാവരും സ്വരാജ് എന്ന ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആവണം. അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് ഫോൺ നമ്പർ തന്നില്ല അതുതരാം. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് ഔദ്യോഗികമായി അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആക്സസ് ഉണ്ട്. സ്വരാജ് എന്ന പുസ്തകവും അതേപോലെ കേജ്രിവാളിൻ്റെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ അതൊക്കെ അതിനകത്ത് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഏത് സമയവും അതിലെടുത്ത് വായിക്കാം. അത് ലിങ്ക് ഷെയർ ചെയ്യാൻ ഇതെല്ലാം ചെയ്യാം. ഈ പുസ്തകത്തെ കുറിച്ചിട്ട് നിങ്ങൾ ഈ പുസ്തകം സ്വരാജിൽ നിന്നുള്ള പുസ്തകമാണ് കേട്ടോ. അത് കണ്ടിട്ടാവുമല്ലോ. സ്വരാജ് വായിച്ചവരാണ് എല്ലാവരും. സ്വരാജ് വായിച്ചവർ കൈവക്കാമോ? ജസ്റ്റ് ഒരു ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചെറിയൊരു മാർഗം എന്നുള്ള നിലയിലാണ് ഈ മാസിക നമ്മൾ കൊണ്ടുവന്നത്. കാരണം 150 രൂപ കൊടുത്തിട്ട് 150 രൂപ കൊടുത്തിട്ട് ഇപ്പോൾ വാങ്ങാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വാങ്ങിക്കോളുന്നില്ല, മാത്രം വായിക്കുകയുമില്ല. ഇതാകുമ്പോൾ എല്ലാ മാസവും കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയി ഇല്ല, ഒരു ആക്ടിവിറ്റി ആവുള്ളൂ. കൊടുക്കുമ്പോൾ എല്ലാവരും സംബന്ധിക്കുമ്പോൾ ഒരു വരുന്ന തടങ്ങാനുള്ള നിങ്ങളെ നേതാവ് പോയി കിടക്കണമെന്നില്ലേ ആരെയും നീങ്ങുന്ന ഞങ്ങളിപ്പോൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെ ഒരു പ്രശ്നത്തിന് സമരത്തിന് വന്നാൽ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ആര് രക്ഷിക്കുന്നു ചോദിക്കുന്നു. എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയും നിങ്ങളുടെ നേതാവോട് ജയിലിൽ കിടക്കാം. അതൊക്കെ മനസ്സിലാക്കി വരാൻ പറ്റിയ ആളുകൾ മാത്രം മതി. ഇവിടെ ഇപ്പോൾ 50 വരെ ഉള്ളൂ. ഇതാണ് കോറാപാർട്ടികൾ. അവർക്കിത് ആവശ്യമുണ്ട്, ഉറങ്ങുന്നുണ്ട്. പക്ഷെ അത് ബിരിയാണിയുടെ എഫക്റ്റാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ക്ഷമിക്കുന്നു. ഏതായിരുന്നാലും മലപ്പുറത്ത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ ട്രെയിനിങ് ലൈവ് സെഷൻ എന്നാണ് തുടങ്ങുന്നത്. അതിന് നിങ്ങൾക്ക് വലിയൊരു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.